യാ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി ERP9 ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലെഡ്ജേഴ്സ് നമ്മൾ മാസ്റ്റർ ലെഡ്ജേഴ്സ് എങ്ങനെയാണ് ടാലി ERP9-ൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് മാസ്റ്റർ ക്രിയേഷൻ അല്ലെങ്കിൽ ലെഡ്ജർ ക്രിയേഷൻസ് നമ്മുടെ ടാലി ERP9-ൽ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അതിന് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന ടാലിയുടെ മെനുവിൽ വരണം. ഓക്കെ, അതായത് കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കമ്പനി ഇൻഫോയിലാണ്. ഓക്കെ, കമ്പനി ഇൻഫോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാസ്റ്റർ, അതായത് ഇവിടെ നമുക്ക് മാസ്റ്റർ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്, യൂട്ടിലിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ട്, റിപ്പോർട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഗേറ്റ് വേ ഓഫ് ടാലിനെ 4 പാർട്സായിട്ട് 4 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലെഡ്ജർ ക്രിയേഷനാണ്. ഓക്കെ, ഇപ്പോൾ മാസ്റ്റേഴ്സിൽ തന്നെ അക്കൗണ്ട്സ് ഇൻഫോ ഉണ്ട്, ഇൻവെൻട്രി ഇൻഫോ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ടാലിയിൽ അക്കൗണ്ടിങ് മൊഡ്യൂളുമുണ്ട്, ഇൻവെൻട്രി മൊഡ്യൂളുണ്ട്. ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് മൊഡ്യൂൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ അക്കൗണ്ടിങ് മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോ. ഈ അക്കൗണ്ടിങ് ഇൻഫോ എന്ന് പറയുന്നത് നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലെഡ്ജേഴ്സ്, അതിൻ്റെ സബ് ലെഡ്ജേഴ്സ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അക്കൗണ്ട് ഇൻഫോ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ട്രാൻസാക്ഷൻസിലാണ്. ട്രാൻസാക്ഷൻസിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഉണ്ട്, ഇൻവെൻട്രി വൗച്ചേഴ്സ് ഉണ്ട്. രണ്ടായിട്ട് അവിടെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അക്കൗണ്ടിങ് വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻവെൻട്രി വൗച്ചേഴ്സ്. ഓക്കെ, അടുത്തത് നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റീസിലേക്കാണ്. അടുത്തത് നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റീസിലേക്കാണ്. യൂട്ടിലിറ്റീസും ഓൾറെഡി 2 പാർട്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്പോർട്ട് ഡാറ്റ, അതായത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും പഴയ ഏതെങ്കിലും ഒരു ടാലി അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ERP9 അല്ല, ERP വേർഷൻസ് ഉള്ള ടാലി അല്ലെങ്കിൽ ടാലി 7 അങ്ങനെ അതുപോലുള്ള ടാലി നമുക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അതായത് ഈ ടാലി നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വേറൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ ടാലി പ്രിഫർ ചെയ്തിട്ട് ടാലിയിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഴയ സോഫ്റ്റ്വെയറിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇമ്പോർട്ട് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബാങ്കിങ് ആണ്. ഈ ബാങ്കിങ് എന്ന് പറയുന്നതിൽ നമുക്ക് വരുന്നത് ചെക്ക് പ്രിൻറ്റിങ് അതുപോലുള്ള ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബാങ്കിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റിപ്പോർട്ട്സിലേക്കാണ്. റിപ്പോർട്ട്സിൽ നമുക്ക് കാണുന്നത് ബാലൻസ് ഷീറ്റ്, P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് സമ്മറി, റേഷ്യോ അനാലിസിസ്, ഡിസ്പ്ലേ, ക്വിറ്റ്. ഓക്കെ, ഈ റിപ്പോർട്ടിൽ നമ്മൾ അക്കൗണ്ട്സ് റിലേറ്റഡും, അതായത് അക്കൗണ്ട്സ് മൊഡ്യൂളും ഇൻവെൻട്രി മൊഡ്യൂളും കൂടെ കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ബാലൻസ് ഷീറ്റും P&L എല്ലാം ജനറേറ്റ് ആവുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട്സ് മാത്രം, ഇപ്പോൾ ചില കമ്പനീസിൽ നമ്മൾ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാതെ ജസ്റ്റ് അക്കൗണ്ട്സ് മാത്രം, അതായത് ഐറ്റം എൻട്രി ചെയ്യാതെ ജസ്റ്റ് നമ്മൾ ഇൻവെൻട്രിക്ക് ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും ജസ്റ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ ആ കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് നമുക്ക് ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് അക്കൗണ്ട്സ് മൊഡ്യൂൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ്. ഫ്രണ്ട്സ്, നമുക്ക് ആ അക്കൗണ്ട്സ് മൊഡ്യൂൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻവെൻട്രി മൊഡ്യൂളിനെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് F11 എന്ന കീ ആണ്. F11 നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
F11 നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുന്നു. അതിൽ നമുക്ക് കാണാൻ സാധിക്കും അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെൻറ്ററി ഫീച്ചേഴ്സ്, ടാക്സ്, സ്റ്റാറ്റുറ്ററി ആൻഡ് ടാക്സ്. ഓക്കെ, അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം കാണാൻ സാധിക്കുന്നത് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഒള്ളി. ഞാനത് എസ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആയിരിക്കുന്നു. അതായത് ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഞാൻ എസ്സും കൊടുക്കുന്നു. അപ്പോൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്ലസ് ഇൻവെൻട്രി മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് യെസ് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഞാൻ അക്കൗണ്ട്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ കയ്യിൽ ഇൻവെൻട്രി ഡീറ്റെയിൽസ് ഇല്ല. അപ്പോൾ ഞാനത് എസ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻവെൻട്രി മൊഡ്യൂൾ ആൻഡ് അക്കൗണ്ട്സ് മൊഡ്യൂൾ എന്നുള്ളത് അവിടെ ഡിസേബിൾ ആയിരിക്കുന്നു. ഓക്കെ, പിന്നെ ബാക്കി താഴത്തേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ അവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗേറ്റ്വേ ഓഫ് ടാലിയുടെ അപ്പിയറൻസിൽ ചില ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഇൻഫോ മാത്രമായി, ഇൻവെൻട്രി ഇൻഫോ ഇല്ല. അതായത് ഇൻവെൻട്രി മൊഡ്യൂൾ ഇതിലിപ്പോൾ വന്നിട്ടില്ല. അക്കൗണ്ട്സ് ഇൻഫോ മാത്രം വന്നിട്ടുണ്ട്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് മാത്രം, ഇൻവെൻട്രി വൗച്ചേഴ്സ് വന്നിട്ടില്ല. അതായത് മൊഡ്യൂൾ വൈസ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൽ മാസ്റ്ററിൽ അക്കൗണ്ട്സ് ഇൻഫോ നമുക്ക് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട്സ് ഇൻഫോൻ്റെ മേലെ ഞാൻ എൻ്റെ കഴ്സർ അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ ഞാൻ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു റെഡ് കളറിൽ ഒരു ഐക്കൺ. അതായത് റെഡ് കളറിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ എ റെഡ് കളറായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ആ എ ആണ് ഷോർട്ട് കട്ട്. ഇപ്പോൾ നമ്മൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഇൻഫോ ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ അക്കൗണ്ട്സ് ഇൻഫോ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഗ്രൂപ്പ്സ്, ലെഡ്ജേഴ്സ്, വൗച്ചർ ടൈപ്പ്. ഓക്കെ, ഈ ഗ്രൂപ്പ്സ്, ഇപ്പോൾ ഞാൻ ഗ്രൂപ്പ്സിൻ്റെ മേലെയാണ് എൻ്റെ സെലക്ഷൻ ഉള്ളത്. അപ്പോൾ അതിൽ ജി എന്ന് പറയുന്നത് റെഡായിട്ട് കാണുന്നുണ്ട്. ജി ആണ് നമ്മുടെ ഷോർട്ട് കട്ട്. അതിൻ്റെ തൊട്ട് താഴെ എല്ലാണ് നമ്മുടെ ഷോർട്ട് കട്ട് വരുന്നത്. താഴത്ത് വൗച്ചർ ടൈപ്പിൽ വി ആണ് നമ്മുടെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, എന്താണ് ഗ്രൂപ്പ്സ്? അതായത് ടാലിയിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രീ ഡിഫൈൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ്? ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രൂപ്പ്സ് എന്നുള്ളത് മെയിനായിട്ട് നമുക്ക് 4 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ് ആൻഡ് ഇൻകം 4 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ടാലി ERP9 അല്ലെങ്കിൽ നമ്മുടെ ടാലിയിൽ ഓൾറെഡി പ്രീഡിഫൈൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് അതാദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തു പോകുന്ന എല്ലാ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചെയ്യണമെങ്കിൽ, അതായത് നമ്മളൊരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ, ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റ്, നമ്മുടെ P&L, നമ്മുടെ ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ ആവുന്നത്. എന്താണോ, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഡിസൈനിങ് ആണ്. ഏത് രീതിയിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വരണം അതാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലെഡ്ജേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജേഴ്സ് ഒന്ന് നോക്കാം. എന്തൊക്കെ ലെഡ്ജേഴ്സാണ് ഇപ്പോൾ ഇതിലോട്ട്. ഇപ്പം നമുക്ക് ഏതൊക്കെ ലെഡ്ജേഴ്സാണ് നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ട് നമ്മുടെ ടാലിയിലുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തേത് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മെയിൻ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ക്യാഷ് എന്ന് പറയുന്ന ക്യാഷ് തന്നെയാണ്. ഈ 2 ലെഡ്ജേഴ്സ് നമുക്ക് ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ട് ടാലിയിലുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ലെഡ്ജേഴ്സ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇതിൽ C പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു വിൻഡോ എനിക്ക് വന്നിട്ടുണ്ട്. ഞാനതിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, ഞാനത് സേവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാനൊരു സാലറി എന്ന് പറഞ്ഞിട്ട് സാലറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് ഈ സാലറി എക്സ്പെൻസസ് അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യണം. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി എക്സ്പെൻസിനെ നമുക്കൊരു പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നത് Alt+C. അപ്പോൾ പുതിയ Alt+C ഞാൻ പ്രസ് ചെയ്തപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി. ഞാനിവിടെ സ്റ്റാഫ് കോസ്റ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഞാൻ ഡിസൈൻ ചെയ്യുകയാണ്. ഓക്കെ, അടുത്തത് അണ്ടർ, ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അതിൻ്റെ എൻട്രി വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ നോ കൊടുത്ത് നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു, യെസ്. ഓക്കെ, ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാനത് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഞാൻ റെൻ്റ് അക്കൗണ്ട്, ഞാനൊരു റെൻ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ റെൻ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ നോർമൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്കാണ് ഞാൻ മാറ്റുന്നത്. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് ഞാനൊരു സെയിൽസ് 5%. എന്നിട്ട് ഞാൻ ഇതിൽ സെയിൽസ് അക്കൗണ്ട് ഇതിൽ അണ്ടറായിട്ട് കൊടുക്കണം, അതിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്തത് പർച്ചേസ് 5%. ഞാനിവിടെ ആലോചിക്കുകയാണ്, എനിക്കിപ്പോൾ ഇവിടെ ഒരു ഞാനിതിൽ പർച്ചേസ് തന്നെ ഞാനിതിൽ പർച്ചേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പ് കൊടുത്തു, ഞാനത് എസ്. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയാണ് ആ ലെഡ്ജേഴ്സ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വ്യൂ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ ഇത്രയും ഇപ്പോൾ ഒരു 3-4 ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഡിസൈനായി വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതിന് ഡിസ്പ്ലേയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ D പ്രസ് ചെയ്തു. ഇനി എനിക്ക് പോകേണ്ടത് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ L പ്രസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഷെയർ ക്യാപിറ്റൽ, അത് വന്നിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ. ഓക്കെ, ക്യാഷ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്, അത് വന്നിരിക്കുന്നത് കറണ്ട് അസറ്റിൻ്റെ താഴെ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ അണ്ടറിൽ. ഓക്കെ, അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ഞാൻ സ്റ്റാഫ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അണ്ടറിൽ സാലറി എക്സ്പെൻസ് വന്നു. റെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തു, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ മനോഹരമായിട്ട് ഇപ്പോൾ കാണുന്ന പർച്ചേസ് അക്കൗണ്ട് അണ്ടറിൽ 5% വന്നു, സെയിൽസ് അക്കൗണ്ട് താഴെ 5% വന്നു. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വേണ്ടത്, ആ ഒരു രീതിയിൽ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ കുറേ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നല്ലത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് മെർജ് ചെയ്തിട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ അത് നമ്മുടെ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. അല്ലാതെ കുറേ ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ കിടക്കില്ല, കാരണം കൺഫ്യൂഷനായിട്ട് അങ്ങനെ കിടക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഫ്രണ്ട്സ്, ഈ ലെഡ്ജേഴ്സിൽ ഉള്ള വേറൊരു ഓപ്ഷനാണ് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ്. ഈ മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയത് സിംഗിൾ ലെഡ്ജർ ക്രിയേഷനാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ലെഡ്ജേഴ്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ അണ്ടർ ഗ്രൂപ്പ് ഉണ്ട്, ഞാനത് ഒരു പെർട്ടിക്കുലറായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിന് കുറച്ച് എക്സാമ്പിളായിട്ട് കുറച്ച് ഞാൻ ലെഡ്ജേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ എൻ്റർ ചെയ്യുന്ന ട്രാവലിംഗ് എക്സ്പെൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ട്രാവലിംഗ് എക്സ്പെൻസ് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നിന്ന് ഓട്ടോമാറ്റിക്കലി അണ്ടർ വന്നു, കാരണം ഞാൻ അണ്ടർ ഗ്രൂപ്പ് ഞാൻ അത് കൊടുത്തത് കൊണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഓക്കെ, അടുത്തത് ഇത് നമുക്ക് കൺവെയൻസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കുറച്ച് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, റീഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, അതും അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ഓഫീസ് എക്സ്പെൻസ് ഞാൻ ചെയ്യുന്നുണ്ട്.
അടുത്ത് നമുക്കൊരു റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ ഞാനത് സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു 5 എക്സ്പെൻസുകൾ അത് ഒരേ ടൈമിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ലെഡ്ജേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 5ഉം അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി എങ്ങനെ മൾട്ടിപ്പിളിൽ എല്ലാ ഐറ്റംസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ അതിൽ ഓൾ ഐറ്റം ഞാൻ കൊടുത്തു. ഞാൻ അതിൽ ബാങ്ക് അക്കൗണ്ട് ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്ന SBI എന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അണ്ടർ ഞാൻ ബാങ്ക് അക്കൗണ്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ഞാനൊരു XYZ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അത് സൺട്രി ക്രെഡിറ്റർ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അടുത്തത് ഞാൻ ABC2 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. അത് ഞാൻ സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അടുത്തത് ഞാൻ SBI OD ഞാൻ കൊടുക്കുന്നു. അത് ഞാൻ ബാങ്ക് OD അക്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നു. അത് ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പം ഞാനിതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സും ഞാൻ മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. സെയിം ഗ്രൂപ്പും, അതായത് ഇപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഒരേ ഗ്രൂപ്പും ഞാനിതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് ഇൻഫോർമേറ്റീവ് ആണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യുക. അവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ പറയുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും അത് റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.